തെരഞ്ഞെടുപ്പ് കാലമാണ്. രാഷ്ട്രീയ ഉപശാലകളിൽ അടക്കം പറഞ്ഞ രാഷ്ട്രീയ ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയവും നടക്കുന്ന കാലം. 24 ഇന്റലിജൻസ് ഈ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാനെത്തും. കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫിന്റെ പദ്ധതി എന്താണ്? പാർട്ടിയിൽ ജോസഫ് KM മാണിയോട് പോരടിക്കുന്നതിന്റെ പൊരുളെന്താണ്? 24 ഇന്റലിജൻസിന് PJ ജോസഫിന്റെ രാഷ്ട്രീയ പദ്ധതികൾ സംബന്ധിച്ച് ചില സുപ്രധാന വിവരങ്ങൾ കിട്ടി. ജോസഫിന് ഇടുക്കിയിൽ നിന്നും പാർലമെന്റിലേക്ക് മത്സരിക്കണം. തൊടുപുഴയിൽ നിന്നും മകനെ നിയമസഭയിൽ എത്തിക്കണം. പഴയ ജോസഫ് ഗ്രൂപ്പ് പുനർജീവിപ്പിക്കണം. കേരള കോൺഗ്രസിന് 2 സീറ്റ് വേണമെന്ന് PJ ജോസഫ് തുടർച്ചയായി ആവശ്യപ്പെടുന്നത് വെറുതെയൊന്നുമല്ല. കേരള കോൺഗ്രസിന്റെ ആവശ്യമായി PJ ജോസഫ് ഇത് ഉന്നയിക്കുന്നത് മാണിയുടെ അറിവോടെയുമല്ല. ഒരു രാജ്യസഭാ സീറ്റും കോട്ടയം ലോക്സഭാ മണ്ഡലവും എന്നതായിരുന്നു UDFിലേക്ക് മടങ്ങി വരാൻ മാണി ആവശ്യപ്പെട്ടത്. ഇത് കോൺഗ്രസ് അംഗീകരിച്ചതുമാണ്. ഈ അനൌദ്യോഗിക ധാരണ പൊളിച്ചാണ് PJ ജോസഫ് ഇപ്പോൾ 2ാമത്തെ സീറ്റ് കോൺഗ്രസിനോട് ആവശ്യപ്പെടുന്നത്. ജോസഫ് ചോദിച്ചതുകൊണ്ട് മാണിയും ജോസ് കെ മാണിയും അത് ഏറ്റുപിടിക്കുന്നു എന്നു മാത്രം. PJ ജോസഫ് 2ാമതൊരു ലോക്സഭാ സീറ്റ് ചോദിക്കുന്നത് വെറുതെയല്ല. ഇടുക്കിയിലോ ചാലക്കുടിയിലോ മത്സരിക്കാൻ ജോസഫിന് താൽപ്പര്യമുണ്ട്. ഇരുമണ്ഡലങ്ങളിലും ജയസാധ്യതയുണ്ടെന്ന് PJ ജോസഫ് കരുതുന്നുമുണ്ട്. ജയിച്ചു കയറിയാൽ ഒഴിവ് വരുന്ന തൊടുപുഴ മണ്ഡലത്തിലേക്ക് മകനെ മത്സരിപ്പിക്കും. ഇതിന് കളമൊരുക്കി തുടങ്ങിയിരുന്നു PJ ജോസഫ് നേരത്തെ തന്നെ. തൊടുപുഴയിൽ ജോസഫ് മുൻകൈയെടുത്ത് നടത്തുന്ന കാർഷിക മേളയ്ക്ക് ഇത്തവണ ചുക്കാൻ പിടിച്ചത് മകനായിരുന്നു. അച്ഛൻ ലോക്സഭയിലേക്കും മകൻ നിയമസഭയിലേക്കും. ഇതാണ് ജോസഫിന്റെ പദ്ധതി. KM മാണിക്ക് എതിർക്കാൻ കഴിയാത്ത ഒരു സമവാക്യം. എന്നാൽ കോൺഗ്രസിന്റെ സഹായത്തോടെ KM മാണിയും ജോസ് കെ മാണിയും ഇത് അട്ടിമറിക്കും. അങ്ങനെയെങ്കിൽ ജോസഫ് എന്ത് ചെയ്യും? 2 സാധ്യത PJ ജോസഫിന്റെ മുന്നിലുണ്ട്. ഒന്നുകിൽ പഴയ ജോസഫ് ഗ്രൂപ്പ് പുനർജീവിപ്പിച്ച് UDFിൽ ഒരു ഘടകകക്ഷിയായി തുടരാം. അല്ലെങ്കിൽ പഴയ സഹപ്രവർത്തകരായ ഫ്രാൻസിസ് ജോർജിനെയും കൂട്ടരെയും ഒപ്പം കൂട്ടി ഇടതുമുന്നണിയിലേക്ക് പോകാം. രണ്ടായാലും സീറ്റായിരിക്കും ജോസഫിന്റെ ആത്യന്തിക ലക്ഷ്യം. മുസ്ലിം ലീഗ് UDFിനോട് 3 ലോക്സഭാ സീറ്റുകൾ ചോദിക്കുന്നത് വെറുതെയല്ല. സമ്മർദ്ദമുയർത്തി പിന്നീട് പിന്മാറാനുമല്ല. കണ്ണൂരോ വയനാടോ വിട്ടുകിട്ടണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് അടുത്ത UDF യോഗത്തിലേക്ക് ലീഗ് നേതാക്കൾ പോകുക. 5ാം മന്ത്രിയെ നേടിയെടുത്തതുപോലെ 3ാം സീറ്റും വാങ്ങിയെടുക്കാനാണ് സമസ്തയും മുസ്ലിം ലീഗിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഞ്ചാം മന്ത്രിക്ക് വേണ്ടി മുസ്ലിം ലീഗ് നടത്തിയ പോരാട്ടം UDFിനെ എത്ര ബാധിച്ചുവെന്ന് കണ്ടതാണ്. കേരളത്തിൽ സാമുദായിക ധ്രുവീകരണത്തിന് വഴിവെക്കുന്ന നിലയിലേക്ക് ആ വിഷയം വളർന്നതും ആരും മറന്നിട്ടില്ല. അന്ന് ലീഗിന്റെ ആവശ്യത്തിന് വഴങ്ങിയ കോൺഗ്രസ് ഇന്ന് 3ാമതൊരു സീറ്റിനായി ലീഗ് നടത്തുന്ന സമ്മർദ്ദത്തിന് വഴിപ്പെടുമോ? വയനാട്, കണ്ണൂർ മണ്ഡലങ്ങളിലെ സ്വാധീനം ചൂണ്ടിക്കാട്ടിയാണ്
ലീഗ് കോൺഗ്രസിനോട് സീറ്റ് ആവശ്യപ്പെടുന്നത്. ലീഗ് കോൺഗ്രസിന് മുന്നിൽ നിരത്തുന്ന വാദങ്ങളും തള്ളിക്കളയാവുന്നതല്ല. വീരേന്ദ്രകുമാർ മുന്നണി വിട്ടതോടെ കോൺഗ്രസ് പാലക്കാട് സീറ്റ് ഏറ്റെടുത്തു. വയനാട് സീറ്റിന് വേണ്ടി കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ കടുത്ത മത്സരവുമാണ്. ഇതൊക്കെയാണ് ലീഗ് അവസരമാക്കുന്നത്. പാലക്കാട് കോൺഗ്രസ് മത്സരിക്കുകയാണെങ്കിൽ വയനാട് വിട്ടു നൽകണമെന്നാണ് ആവശ്യം, അല്ലെങ്കിൽ കണ്ണൂർ. കോൺഗ്രസിന്റെ അനുദയ നീക്കങ്ങളോട് തൽക്കാലം പ്രതികരിക്കേണ്ട എന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം. സമസ്തയും ഇക്കാര്യത്തിൽ ലീഗിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. വയനാടും കണ്ണൂരും വിട്ടുകൊടുക്കില്ല എന്ന് കോൺഗ്രസ് അനൗപചാരികമായി മുസ്ലിം ലീഗിനെ അറിയിച്ചു. പക്ഷേ ലീഗിന്റെ സമ്മർദ്ദത്തെ അതിജീവിക്കുക അത്ര എളുപ്പമല്ല. നിയമസഭയിലേക്ക് കൂടുതൽ സീറ്റ് ഉറപ്പു നൽകി ലീഗിനെ അനുനയിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ഘടകകക്ഷികൾക്ക് കൂടുതൽ സീറ്റ് നൽകി അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. VM സുധീറിനെ പോലുള്ള നേതാക്കൾ കടുത്ത നിലപാടെടുക്കാൻ ഒരുങ്ങുകയാണ്. ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയപ്പോൾ അതിനെ എതിർത്ത അതേ നിലപാട് തന്നെയായിരിക്കും ലീഗിന്റെ 3ാം സീറ്റിന്റെ കാര്യത്തിലും സുധീരൻ സ്വീകരിക്കുക. എന്നാൽ യൂത്ത് കോൺഗ്രസ് ആവട്ടെ മുഴുവൻ MPമാർക്കും സീറ്റ് നൽകാൻ തീരുമാനിച്ചാൽ കോൺഗ്രസിൽ വലിയ കലാപമുണ്ടാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന ആവശ്യം ഐ ഗ്രൂപ്പ് നേതാക്കൾ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ മുതൽ എ ഗ്രൂപ്പിന് സംശയം തോന്നിയതാണ്. ഉമ്മൻചാണ്ടിയെ ഡൽഹിക്ക് അയക്കാൻ നടക്കുന്ന നീക്കമായി അന്നവർ അതിനെ വിലയിരുത്തി. ഉമ്മൻചാണ്ടി മത്സരിക്കുമോ ഇല്ലയോ എന്നതിനപ്പുറം കോൺഗ്രസിൽ മറ്റൊരു ചർച്ചയ്ക്ക് ഇത് വഴിവെക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടി മത്സരിക്കുന്നതിനെ ആദ്യം അനുകൂലിച്ച കെ മുരളീധരൻ ഇപ്പോൾ അതിനെ എതിർത്ത് രംഗത്തു വന്നത് മറ്റു ചില സൂചനകൾ നൽകുന്നു. ഉമ്മൻചാണ്ടി നിയമസഭാംഗമായി തുടരുന്നതാണ് നല്ലത് എന്ന മുരളീധരന്റെ പ്രസ്താവന ഫലത്തിൽ എ ഗ്രൂപ്പ് നിലപാടാണ്. കഴിഞ്ഞ കുറെ നാളായി മുരളി എ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഘടകകക്ഷികൾക്ക് കൂടുതൽ സീറ്റ് നൽകിയാൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിയുണ്ടാകും. അതിന് VM സുധീരൻ നേതൃത്വം നൽകുകയും ചെയ്യും. ഘടകകക്ഷികളുടെ ആവശ്യം അന്യായമാണെന്ന് സുധീരൻ തുറന്നടിച്ചത് വരാനിരിക്കുന്ന നീക്കങ്ങളുടെ സൂചനയാണ്. സുധീരനൊപ്പം മറ്റു ചില മുതിർന്ന നേതാക്കളും ഉണ്ടാകും. യുവാക്കൾക്ക് പരിഗണന നൽകണമെന്നാവശ്യപ്പെട്ട് KPCCയെയും ഹൈക്കമാൻഡിനെയും സമീപിക്കാൻ യൂത്ത് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. സിറ്റിംഗ് MPമാരിൽ എല്ലാവരും മത്സരിക്കണമെന്ന വാശി പാടില്ലെന്ന് യൂത്ത് കോൺഗ്രസ് നിലപാടെടുത്തു കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങുന്നതോടെ യൂത്ത് കോൺഗ്രസ് നിലപാട് കൂടുതൽ കടുപ്പിക്കും. മോഹൻലാലിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള BJP നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് സംസ്ഥാന നേതൃത്വം. ലാലിനെ ഒപ്പം നിർത്താൻ ശ്രീധരൻപിള്ളയ്ക്കും കൂട്ടർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. BJP സംസ്ഥാന ഘടകം ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ സഹായം തേടിയിരിക്കുകയാണ്. മോഹൻലാൽ തിരുവനന്തപുരത്ത് മത്സരിക്കണമെന്ന് BJP ആഗ്രഹിക്കുന്നു. സംസ്ഥാന നേതാക്കൾ ലാലിനോട് സംസാരിച്ചു. O രാജഗോപാലും MT രമേശും ഇക്കാര്യം സ്ഥിരീകരിച്ചു. പക്ഷേ മത്സരിക്കാനില്ലെന്നാണ് മോഹൻലാലിന്റെ നിലപാട്. BJPക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. കാരണം മോഹൻലാൽ BJPയുടെ ദേശീയ നേതൃത്വവുമായി ഏറെ അടുപ്പം പുലർത്തുന്നുണ്ട്.
പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി. ലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പ്രവർത്തനം സംഘപരിവാർ സംഘടനകളുമായി ചേർന്നാണ്. സംസ്ഥാനത്തെ മുതിർന്ന RSS നേതാക്കളുമായി മോഹൻലാലിന് ഏറെ അടുപ്പവുമുണ്ട്. ഈ വഴിയും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്ത് മോഹൻലാൽ മത്സരിക്കാൻ തയ്യാറായാൽ അത് നിർണായകമാകും. ശബരിമല സമരവും NSSന്റെ അനുകൂല നിലപാടും മോഹൻലാലിന്റെ സ്ഥാനാർത്ഥിത്വവും കൂടിച്ചേരുമ്പോൾ കാര്യങ്ങൾ കൈപ്പിടിയിലാകുമെന്ന് BJP കരുതുന്നു. പക്ഷേ ഇതെല്ലാം ലാലിന്റെ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും. അതിന് നരേന്ദ്രമോദിയും അമിത്ഷായും നേരിട്ടിറങ്ങണം. എന്നാലേ ലാല് കളത്തിലേക്കെത്തൂ. തെരഞ്ഞെടുപ്പിന് മുമ്പ് വരാനിരിക്കുന്നത് കത്തോലിക്ക സഭയുടെ സുപ്രധാന ഇടയലേഖനങ്ങളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടുകൾ ഈ ഇടയലേഖനങ്ങളിൽ പരോക്ഷമായി സൂചിപ്പിക്കും. KCBCയും CBCയും ഇതിന്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. CBCയുടെ ഇടയലേഖനത്തിൽ BJPക്കെതിരെ വ്യക്തമായ ചില പരാമർശങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. തെരഞ്ഞെടുപ്പിൽ സഭാവിശ്വാസികൾ എന്തു ചെയ്യണമെന്ന് കത്തോലിക്ക സഭ നേരിട്ട് നിർദ്ദേശിക്കാറില്ല. ഇത്തവണയും ആ പതിവ് തുടരും. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഇടയലേഖനം ഇപ്രാവശ്യം സഭ പുറത്തിറക്കും. അതിൽ ചില സൂചനകളും ഉണ്ടാകും. വോട്ട് ചെയ്യുമ്പോൾ വിശ്വാസികൾ കണക്കിലെടുക്കേണ്ട കാര്യങ്ങളാകും ഇടയലേഖനത്തിൽ ഉണ്ടാകുക. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാകും പള്ളികളിലേക്ക് ഇടയലേഖനം നൽകുന്നത്. CBCI ഇത്തവണ കുറച്ചുകൂടി രാഷ്ട്രീയം പറയാനാണ് സാധ്യത. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അനുകൂല നിലപാട് പരോക്ഷമായി CBCI ഇടയലേഖനത്തിൽ പറഞ്ഞുവെക്കും. കേന്ദ്ര സർക്കാരിനെതിരായ പല സമരങ്ങളിലും സഭയുടെ പങ്കാളിത്തം അനൌദ്യോഗികമായെങ്കിലും ഉണ്ടായിരുന്നു. 2014 സഭ തെരഞ്ഞെടുപ്പിൽ മൗനം പാലിച്ചതുപോലെയാവില്ല 2019 ചുരുക്കം. ഇടുക്കി പോലെയുള്ള മണ്ഡലങ്ങളിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും കോഴിക്കോടും വയനാടും പശ്ചിമഘട്ട സംരക്ഷണ സമിതിയും രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരുന്നു. ഇത്തരം സംഘടനകളെ അതിന്റെ വഴിക്ക് വിടാൻ തന്നെയാണ് കത്തോലിക്ക സഭയുടെ ഇത്തവണത്തെയും നീക്കം. വസ്തുതകളുടെ വീണ്ടെടുപ്പിനായി 24 ഇന്റലിജൻസ് വീണ്ടും വരും, യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടാൻ.